ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു വ്ളോഗ് എടുത്തിട്ട് ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനൽ ഹാക്കായിട്ട് അത് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തിരക്കിലായിരുന്നു ഗൈസ്. അതിൻ്റെ തിരക്കിലും അതിൻ്റെ ടെൻഷനിലും നമ്മൾ കുറേ ദിവസമായിട്ട് അതിൻ്റെ പുറകെയായിരുന്നു. ഇപ്പം നമുക്ക് ഏറെക്കുറെ ഒരു കാര്യം മനസ്സിലായി, അതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ഇനിയിപ്പം വ്ളോഗ് എടുക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ എടുത്തിട്ട് വേറെ ചാനൽ തുടങ്ങുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള കന്നഡ ചാനലിൽ തൽക്കാലത്തേക്ക് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിൻ ചാനലിലായിരുന്നു നമുക്ക് പെട്ടെന്ന് പടപട വ്യൂവേഴ്സ് കയറുന്നത്. അപ്പോൾ ഈ ചാനൽ ഇനി നമുക്ക് ബിൽഡ് ചെയ്ത് സെറ്റായിട്ട് വരണം. അപ്പം മറ്റേ ചാനൽ എന്താ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം യൂട്യൂബിന് നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചയായി ചാനൽ അടിച്ചു പോയിട്ട് എന്താ പറ്റിയെന്ന് അവർ പറയുന്നത് ഹാക്കായതല്ല, വേറെന്തോ പറ്റിയതെന്നാ. ഒരു ദിവസം അവർ പോസിറ്റീവ് മെസ്സേജ് അയക്കും, അടുത്ത ദിവസം നെഗറ്റീവ് അയക്കും, വീണ്ടും പോസിറ്റീവ് അയക്കും, നെഗറ്റീവ് അയക്കും. ഇതന്നെ പരിപാടി. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഞാനിങ്ങനെ ഒരു ദിവസം വിചാരിക്കും ആ സെറ്റ്, നാളെ യൂട്യൂബ് സെറ്റ് ആണെന്ന് വിചാരിക്കും. അടുത്ത ദിവസം നോക്കുമ്പോൾ വീണ്ടും നെഗറ്റീവ്. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അവസാനം ബോറായി. ഇനിയിപ്പം നമുക്ക് ബാക്കി നോക്കാം. ഇനിയിപ്പം നമ്മൾ ഇപ്പം വൈകുന്നേരമായിട്ടുണ്ട്. നമ്മൾ രാവിലെ കുറച്ച് ഓടിയിട്ട് എന്നിട്ട് നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് റൂമിൽ കിടന്ന്, എന്നിട്ട് ഇനിയിപ്പം വൈകിട്ട് കുറച്ച് ഓടാമെന്ന് വെച്ച്. അപ്പം വണ്ടി നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. വണ്ടിയൊക്കെ വെള്ളം കണ്ട കാലം മറന്നു. നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് എങ്ങനെയെങ്കിലും യൂട്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നമ്മൾ നേരെ ഒരു എയർപോർട്ട് എത്തിക്കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ച് പാർക്കിംഗ് കിട്ടൽ ടാസ്ക്കാണ് രാത്രിയിൽ. ഇവിടെ ഫുള്ള് വണ്ടി വരുന്നത്. ഇവിടെയൊക്കെ കുറേ പുതിയ ഇങ്ങനത്തെ വലിയ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പാർക്കിംഗ് ഇവിടെ കിട്ടൽ ടാസ്ക്കാണ്. അപ്പോൾ കുഴപ്പമില്ല, എന്നാലും നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി കാരമീന്ന് എടുത്ത കേട്ടോ. നമ്മൾ അടുത്ത ദിവസം കാരമീൻ്റെ ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഫ്ലീറ്റിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മളെന്താണെങ്കിലും കാരമീൻ്റെ ഓഫീസിൽ പോകുമ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ട ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വണ്ടി കഴുകിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള വൃത്തികേട് വണ്ടിയിൽ കാണാനുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ഉണ്ട് പട്ടിണിയായിട്ടൊരു ചേച്ചി നടക്കുന്നു, കിണ്ണ സാധനം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഓടാം. ആദ്യം നമുക്ക് ഊബറിൽ ഇപ്പോൾ ഈ ഒരു പീക്ക് ടൈമിൽ എത്ര രൂപ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫോണോടെ ഗേസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥിരം ആസ് യൂഷ്വൽ കോക്കോ കിച്ചണിൽ വന്നതാണ് ഗേസ്. ഇവിടെ വന്നപ്പോൾ ഇവർ പുതിയൊരു കട നമ്മുടെ മാർത്തകള്ളിയിൽ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുത്ത് നടത്താനോ അല്ലെങ്കിൽ പാർട്ട്ണർ ആവാനോ ഒരാളെ ആവശ്യമുണ്ടല്ലേ. ബാക്കി പ്രവീൺ മച്ചാൻ പറഞ്ഞു തരും, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിള്ളേർ ആരെങ്കിലും വേണമെങ്കിൽ മേടിച്ചു. ഓക്കെ ആര് എന്ത് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. A to Z കാര്യങ്ങളുണ്ട്. ഐ മീൻ ചെയർ, ടേബിള്, എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കട ഫുള്ളായിട്ട് കൊടുക്കാനാണോ അതോ കട മൊത്തമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നടത്താൻ വേണ്ടി കൊടുക്കാം. പാർട്ണർഷിപ്പിൽ ഏത് രീതിയിലാന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. നമുക്ക് മാർത്തഹള്ളിയിൽ എവിടെയാ ലൊക്കേഷൻ? മാർത്തഹള്ളി കുന്നനഹള്ളി ഗേറ്റ്. കുണ്ടൻഹള്ളി ഗേറ്റിന്റെ അവിടെ നല്ല കിണ്ണങ്കാച്ചി ഹോട്ടലായിരിക്കും. നമ്മൾ അതിന്റെ വീഡിയോന്റെ ചെറിയ ഷോർട്ട് നമ്മൾ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. സംഭവം നല്ല കിണ്ണങ്കാച്ചി ഹോട്ടലാണ്. അടിപൊളി സ്ഥലത്ത്, വൈറ്റ് ഫീൽഡ് നല്ല ചിമിട്ട സ്ഥലത്ത്. അവിടെ ഹോട്ടലിൽ തുടങ്ങി കഴിഞ്ഞാൽ സീനായിരിക്കും. ഈ ഹോട്ടലിൽ തന്നെ ഇവിടെ ഫുൾ ഓൺലൈൻ. ഇവരുടെ ഫുൾ പരിപാടി എന്ന് പറയുമ്പോൾ ഇത് ഇവരുടെ ഓൺലൈൻ മാത്രം വിൽക്കുന്ന കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ നടത്തിയേക്കുന്നത് ബാക്കി അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയുടെ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ഹോട്ടലെടുത്ത് നടത്താൻ താല്പര്യമുണ്ട്, അതുപോലെ ഹോട്ടൽ ഫീൽഡിൽ ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ആ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എടുത്ത് നടത്തണമെങ്കിൽ നടത്താം, അല്ലാതെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മേടിക്കണമെങ്കിൽ മേടിക്കുകയും ചെയ്യാം അല്ലേ. ഓക്കെ, ഇതിനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മൾ എപ്പോഴും റെഡിയാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി തരുന്നതാണ്. പോലീസ് ഇഷ്യൂ ആണെങ്കിലും BMPന്റെ ഇഷ്യൂ ആണെങ്കിലും എന്ത് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. അതൊക്കെ അത്ര ഉള്ള കേസ്. അപ്പം ഞാൻ എന്താണെങ്കിലും ഒരു ഊണ് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. അങ്ങനെ നമ്മൾ കുറേ ട്രിപ്പൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ജാക്സനെ കണ്ടിട്ടുണ്ട്. നമുക്ക് ജാക്സന്റെ വിശേഷങ്ങൾ വയ്ക്കാം. ജാക്സ എങ്ങനെയുണ്ട്? വിശേഷം എന്നാ ഉണ്ട്? നല്ല വിശേഷം, സുഖം. എങ്ങനെയുണ്ട് ഇപ്പോൾ ഓടിയിട്ട്? ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ഓടിയിരിക്കുന്നത്. ഇപ്പം പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് സോൾവ് ആയിട്ടുണ്ട്. അതെ, നമ്മുടെ ദീപാവലി കഴിഞ്ഞുള്ള ട്രിപ്പൊക്കെ ഇപ്പോൾ ചറവറ ട്രിപ്പ് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച ദീപാവലി കഴിഞ്ഞാൽ പിന്നെ ഓട്ടം ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിച്ചത്. ഇപ്പം മുടിഞ്ഞ ഫെയറും ഉണ്ടല്ലേ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കയറി വരുവാണെങ്കിൽ വ്യർത്ഥ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് ഊബർ ഓടുന്ന ഒരാളുമായിട്ട് കഴിഞ്ഞ മിനിങ്ങാന്ന് എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നേ. അപ്പോൾ പുള്ളിയുടെ സംസാരം പുള്ളി പറഞ്ഞു കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിന്റെ പിന്നത്തെ കൊല്ലം ഡിസംബറും ജനുവരി അവസാനം വരെ നല്ല ഓട്ടമായിരുന്നു, നല്ല ഫെയർ ആയിരുന്നു. പുള്ളി ഒരു 10-80 രൂപ അടുത്തുണ്ടാക്കിയിരുന്നു. കേട്ടപ്പോൾ എൻ്റെ കിളിവാരിപ്പോയി. മാസം. പിന്നെ വേറെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇപ്പൊ നല്ല ഫെയറാ. സാധാരണ ഈ സമയത്തൊക്കെ പറഞ്ഞാൽ ഒട്ടും ഫെയർ സമയം. ഇപ്പൊ രാത്രിയിൽ നല്ല ഫെയർ കിട്ടുന്നു. ഇപ്പൊ 10 കിലോമീറ്റർ പോയ 300, 310, 330 രൂപ കിട്ടുന്നുണ്ട്. കിലോമീറ്ററിന് ഒരു 20
എബവ് കിട്ടുന്നുണ്ട്. അത് ലാഭമല്ലേ? സാധാരണ ദീപാവലി കഴിഞ്ഞൊക്കെ ഓടുന്ന സമയത്തൊക്കെ ആയിരുന്നു കണ്ടല്ലോ, 1 കിലോമീറ്ററിന് 6 രൂപ വെച്ചാണ് കിട്ടുന്നത്. അതായത് 10 കിലോമീറ്ററിന് 110 രൂപ. ദീപാവലിയുടെ സമയത്ത് ഒത്തിരി ആൾക്കാർ നിർത്തിപ്പോയല്ലേ? ഇപ്പൊ എനിക്ക് കുറെ ഒരു 40% ആൾക്കാർ നിർത്തിപ്പോയിട്ടുണ്ട്. പക്ഷെ പോയാൽ ഇപ്പം അതേ സ്പീഡിൽ തിരിച്ചു കയറി വരുന്നുണ്ട്. കുറെ ആൾക്കാർ അറിഞ്ഞിട്ടില്ല ഫെയർ കൂടി കാര്യം. അപ്പൊ അവരിപ്പം വീഡിയോ കണ്ട് അറിയട്ടെ. അതെ അതെ, അവരൊക്കെ നല്ല ഫെയറാ. സാധാരണ ഇപ്പം ഞാനിപ്പോൾ ഒരു എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് എടുത്ത് ഇങ്ങോട്ട് വരുന്ന വഴിയാ, കിലോമീറ്ററിന് 25 കിട്ടി. അതായത് 46 കിലോമീറ്ററിന് 1050 രൂപ കിട്ടി. മതിയല്ലോ. പിന്നെ മെച്ചമല്ലേ? ടോളും കാര്യങ്ങളൊക്കെ ടോള് 120 കയറാം. അത് നമ്മൾ റീചാർജ് ചെയ്യുന്നല്ലേ. അതായത് കസ്റ്റമർ നമ്മൾ 1450 രൂപ വാങ്ങിച്ചു. അതിലൊരു 300 രൂപ അടുത്ത എയർപോർട്ട് പാർക്കിംഗ് ഫീസും അതും ടാക്സിക്കായിട്ട് പിടിക്കും. എയർപോർട്ടിൽ നേരത്തെ ട്രിപ്പ് തീരെ കുറവായിരുന്നില്ല. ഇപ്പൊ എനിക്ക് ലേറ്റ് ട്രിപ്പ് ഉണ്ട്, ഫെയറിലായിരുന്നു. ലേറ്റ് നൈറ്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറവാണ്. ഇപ്പൊ ലേറ്റ് നൈറ്റോ ഇപ്പൊ മിനിമം ഇപ്പൊ ഒരു റിസർവേഷൻ, ഇപ്പൊ ഒരു റിസർവേഷൻ വന്ന് നടക്കുന്നത് കാണണോ എയർപോർട്ട്? ജസ്റ്റ് സി കണ്ടോ? ഇതിപ്പോ ഞാൻ ഒരെണ്ണം എടുത്തിട്ടേക്കുന്ന കാണുന്നില്ലല്ലോ. ഇതിപ്പോ ഞാൻ ഒരെണ്ണം എടുത്തിട്ടേക്കുന്ന ടെർമിനൽ. ബാക്കി ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇത് ലോക്കലാണ്. ഇതിൻ്റെ ഇടയ്ക്കോടെ ഇപ്പോൾ കുറേ എണ്ണം വന്നായിരുന്നു. ഇപ്പോൾ അത് എല്ലാം അത് ഈ ഡ്രൈവേഴ്സ് എല്ലാം എടുക്കുമ്പോൾ തന്നെ മാഞ്ഞു പോകും. അതാണ് പ്രശ്നം. പിന്നെ അത് ഓൾറെഡി എടുത്തോന്ന് കുറേ ഇതെല്ലാം ലോക്കൽ. ഇറങ്ങി ഞാൻ വൈകുന്നേരം ഒരു 4 മണിക്ക് ഇറങ്ങി. ഇതെല്ലാം ഞാനിപ്പം 4 ട്രിപ്പ് എടുത്തുള്ളൂ. 4 ട്രിപ്പും. പിന്നെ മടിയായിരുന്നു, കാരണം ഞാൻ ഇന്നലെ 24 ഓടിയുണ്ടേ. മടിയായിരുന്നു. 24 ഓടി. ഇടയ്ക്ക് രാത്രി 24 ഓടിയാലും കിടന്നങ്ങോട്ട് ഉറങ്ങുമല്ലേ? കിടന്നുറങ്ങാൻ പറ്റും ഒരു 2 മണി വരെ. അപ്പോൾ കാരണം ഒരു 3 മണി 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേനും എന്നാ ട്രിപ്പ് തരുമല്ലോ. പിന്നെ കിടന്നങ്ങിട്ട് നേരെ വിളക്കുമ്പോഴേറ്റ് റൂമിൽ പോകും. പിന്നെ വേറെ ഒരു അപ്ഡേറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഇനി ട്രിപ്പ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പകല് ഫെയർ കുറവാണ്. വൈകുന്നേരം ഒരു 7 മണി തൊട്ട് രാത്രി ഒരു 1 മണി വരെ മുടിഞ്ഞ ഫെയറാ. 1 മണി കഴിഞ്ഞ് ട്രിപ്പ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് സിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 530 വരെ കിട്ടുള്ളൂ. എങ്ങോട്ട്? ഇലക്ട്രോണിക് സിറ്റിക്കോ? അതായത് ഒരു 56-57 കിലോമീറ്റർ നമുക്ക് കിട്ടുന്ന ഫെയർ 550 രൂപ. അതായത് കസ്റ്റമേഴ്സ് കയ്യിൽ നിന്ന് 1000 രൂപ ആയിരിക്കും, പക്ഷെ നമുക്ക് കിട്ടുന്ന 530 കിട്ടുള്ളൂ. അതായത് വെളുപ്പിന് 2 മണി കഴിഞ്ഞ് ഫെയറില്ല. ഏറ്റവും നല്ലത് 2 മണി കഴിഞ്ഞ് എയർപോർട്ട് ട്രിപ്പ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെ പിന്നെ നിങ്ങൾ ആ ഇളങ്ക ഭാഗത്തൊക്കെ താമസിക്കുകയാണെങ്കിൽ ശരിയാ, ഇവിടെ ടൗണിൽ നിന്ന് ഒരു ട്രിപ്പ് എടുത്തോണ്ടൊക്കെ പോവുക. പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കാലി അടിച്ചു വരിക. ഒരിക്കലും അവിടെ നിന്ന് ആളെ എടുത്തോണ്ട് പോരുത്. CNG പൈസ പോലും കിട്ടൂല. നഷ്ടമല്ലേ? ഭയങ്കര നഷ്ടം. നമ്മുടെ സമയം ലോസാ വെറുതെ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ മജസ്റ്റിക് അല്ലെങ്കിൽ മടിവാള, ഇന്ദിരാനഗറൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ യളഹങ്ക, ആ തനിസാന്തര, ആ ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര നഷ്ടമാണ്. പക്ഷേ എടുക്കാണ്ടിരിക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയും. ഇപ്പം ലേറ്റ് നൈറ്റ് നമുക്ക് നേരത്തെ ഫെയർ കിട്ടുന്നുണ്ട്. ഇപ്പം ഇന്ന് നമുക്ക് വീക്കെൻഡ് ആയിട്ട് പബ്ബിലെ ഓട്ടോ ഒക്കെ പോയിട്ട് ഇനിയിപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട് നമുക്ക് എടുക്കണം. അതെ അതെ, ഫെയർ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ 11:45 ഒരു 12 മണി കഴിയുമ്പോൾ ചുമക്കാൻ തുടങ്ങും. വൈറ്റ് ഫീൽഡ് ഇന്ദിരാനഗർ ചുമക്കാൻ തുടങ്ങും. മുടിഞ്ഞ ഓട്ടമായിരിക്കും. ട്രാഫിക് ഇപ്പോൾ കുറവാണ്. ഇന്ന് കുറവാണ്. ശനി ഞായറും ട്രാഫിക് വളരെ കുറവാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരം നല്ല ട്രാഫിക്കാണ് കേട്ടോ. അതെല്ലാവരും കൂടെ മറ്റേ വീക്കെൻഡ് ആണല്ലോ, എല്ലാം കൂടെ കോറമംഗലം സൈഡിൽ പബ്ബിൽ അനങ്ങത്തില്ല. ഇനിയിപ്പോൾ പബ്ബിൽ ഇപ്പം അനങ്ങാൻ തുടങ്ങും. ഇപ്പോൾ 12 മണി കഴിഞ്ഞാൽ ഇപ്പം അനങ്ങാൻ തുടങ്ങും. കോറമംഗല, ഇന്ദിരാനഗർ, വൈറ്റ് ഫീൽഡ് പിന്നെ 24/7 അനങ്ങിയെടുക്കുള്ളൂ. കാരണം ഇവിടെ വൈറ്റ് ഫീൽഡ് ഓട്ടോ ഇല്ല, പിന്നെ വേറെ ഓട്ടോ ഇല്ല. മാക്സിമം വൈറ്റ് ഫീൽഡ് കിടന്ന് ഓടുവാണെങ്കിൽ പുതിയതായിട്ട് വരുന്നവർ മാക്സിമം അടുത്തിട്ട് തിരിച്ച് കണ്ടം വഴി ഓടും. ഒരാഴ്ച നിന്നിട്ട് അവരെനിക്ക് തോന്നി വഴി അറിയാഞ്ഞിട്ടാണ് പണി പാളുന്നത്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞ കേസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 മാസം സ്ട്രഗിൾ ആയിരിക്കും. അതൊന്ന് ആ സ്ട്രഗിളിനെ ഓവർകം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഖമായി. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വഴി പഠിക്കുക. പിന്നെ മാക്സിമം തട്ടുമുട്ടൊന്നും ഇല്ലാണ്ട് വണ്ടി ഓടിക്കുക. തട്ടിക്കുകയും ചെയ്യും. അതെ, ഫസ്റ്റ് വരുന്നവർ എന്തായാലും 3-ാം പക്കം വണ്ടി തട്ടിക്കും. അതുള്ളതാ. പക്ഷെ അതിൻ്റെ അകത്ത് ഇപ്പം അത് ഇപ്പം എന്തോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ഇവിടെ വരുമ്പോൾ എന്തായാലും സ്ട്രഗിളാണ്. അത് അറിഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലാണ്ട് ഇവിടെ നമ്മൾ മറ്റേ ഇവിടെ നമ്മൾ Formula 1 കാർ ഓടിക്കാനൊന്നും വന്നല്ലോ. വന്നത് വേൾഡിൽ സെക്കൻഡ് ട്രാഫിക് ഉള്ള സ്ഥലമാണ്. നമ്മൾ ഈ ട്രാഫിക്കിൽ ഇവിടെ
ട്രാഫിക്കാന്ന് വീഡിയോയിൽ പറയുമെങ്കിലും ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ട്രാഫിക് ഇമ്പാക്ട് എത്രത്തോളം അവർ വന്നു കഴിയുമ്പോഴല്ലേ ട്രാഫിക് ഇമ്പാക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒരു ദിവസം മാരത്തള്ളി ഇന്ദിരാനഗർ റൂട്ടിൽ നിന്ന് പോവുക. അത് വെറും 13 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഈ 13 കിലോമീറ്റർ ഞാൻ ഇന്നലെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്നവർ ചോദിക്കുമ്പോൾ പറയും പ്രശ്നം ട്രാഫിക്കാ, ഇത്രയും ട്രാഫിക് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ സെറ്റ് ചെയ്തോളാം. എൻ്റെ പൊന്നളി, ഞാൻ ഇന്നലെ 17 കിലോമീറ്റർ, അതായത് നമ്മുടെ സർജാപൂർ ഔട്ടറിൽ നിന്ന് BTM ലേ ഔട്ടിലേക്ക് ട്രിപ്പ് എടുത്തു. ട്രിപ്പ് ഫെയർ 17 കിലോമീറ്റർ ട്രിപ്പ് ഫെയർ 758 രൂപ. പക്ഷെ ഞാൻ ഈ 17 കിലോമീറ്റർ എത്ര മണിക്കൂർ കൊണ്ട് ഓടിയെന്ന് നിനക്ക് വല്ല ഇതുണ്ടോ ഐഡിയ? 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ കൊണ്ട് 17. 2.5 മണിക്കൂർ. ഈ 2.5 മണിക്കൂർ നമ്മൾ എനിക്ക് പ്രാന്തായി പറഞ്ഞു. ഈ 2.5 മണിക്കൂർ വണ്ടിയിൽ നമ്മൾ ഇരിക്കുമല്ലേ, ഈ ഫസ്റ്റിലും സെക്കൻഡിലും തന്നെയാണ് വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. എന്താ അവസ്ഥ എന്ന് ചോദിച്ചേ. പക്ഷെ അത് അങ്ങനത്തെ ഒരു മൈൻഡ് ഇങ്ങനത്തെ, അതായത് ഒരു 10 കിലോമീറ്റർ പോകണമെങ്കിൽ 1 മണിക്കൂർ മസ്റ്റാ പീക്ക് അവർ അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല. അതാണ് നമ്മളേക്ക് നൈറ്റ് വിടുന്നത്. പകൽ ഓടിയാൽ പോലും രാവിലെ വെളുപ്പിന് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മണി വരെ ട്രാഫിക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു സാധ്യത അല്ല പീക്ക് അല്ല. ചില സമയത്ത് മറ്റേ ഈ ടെക് പാർക്കിലൊക്കെ ആണെങ്കിൽ ട്രാഫിക് എന്തായാലും ഉണ്ടാവും. 10 മണി കഴിഞ്ഞാൽ പിന്നെ ഫെയർ ഇല്ല. അതായത് ഇതിലൊരു അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4 തൊട്ട് രാവിലെ ഒരു 9 മണി വരെ നല്ല ഫെയറാണ്. 9 മണി കഴിഞ്ഞൊരു 2 മണി വരെ ഫെയർ ഇല്ല, തീരെ ഫെയർ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ഫെയർ പീക്ക് ടൈം എപ്പോഴാണ് തുടങ്ങുന്നത്? രാവിലെ 4 മണിക്ക് തുടങ്ങും. 4 മണിക്ക് തുടങ്ങും അല്ലേ? 4 മണി തൊട്ട് ഒരു 8 മണി ഓഫീസ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പിന് ഫെയർ ഇല്ല. പിന്നെ ഫെയർ സ്റ്റാർട്ട് ചെയ്യുന്ന 2 മണിക്ക് ശേഷം. 2 മണിക്ക് ശേഷം ഒരു രാത്രി ഒരു 10-11 മണി വരെ നല്ല ഫെയറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫെയർ ഡ്രോപ്പാണ്. പിന്നെയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ ശനി ഞായറും നമ്മൾ കണ്ട ഓടുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് ഇന്ദിരാനഗർ, കോറമംഗല, മജസ്റ്റിക്. അത് പുതിയതായിട്ട് വരുന്നവർക്ക് അറിയത്തില്ല, പോയി പഠിക്കണം. അതൊരു പോയി തന്നെ പഠിക്കണം. അല്ലാണ്ട് നമുക്ക് പറയാനേ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ കൂടെ കിടന്ന് ഇതാണ് സ്ഥലത്ത് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റുന്നില്ല. ഇത് വരുന്നവൻ 1 മാസം കൊണ്ട് ഓടി പഠിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ നമ്മളിവിടെ സൂഹിക്കാൻ വന്നതല്ലോ. കഷ്ടപ്പെടാനുള്ള മൈൻഡുമായിട്ട് വന്നാൽ കാശുണ്ട്. അപ്പം നമ്മളൊക്കെ അങ്ങനെയല്ലേ വന്നത്. ഞാനൊക്കെ ഇവിടെ വന്ന് 1 മാസം തന്നെ കാണിച്ചു. നിങ്ങളിവിടെ ഫസ്റ്റ് വന്ന കഥ പറ. ഫസ്റ്റ് വന്ന കഥയൊക്കെ പറഞ്ഞാൽ വലിയ കഥ. അതൊക്കെ പറഞ്ഞാൽ ഞാൻ ശരിക്കും ഒരാഴ്ച കിടന്ന് കഷ്ടപ്പെട്ടോ. ഒരാഴ്ച 2 ആഴ്ച അല്ലേ, നല്ല പോലെ കിടന്നു. ഞാൻ ഇവിടെ നിന്ന് 3-ാം പക്കം വണ്ടി തട്ടി ഓട്ടോക്കാരൻ്റെ ഇടി മാഞ്ച് ഓട്ടോക്കാരൻ നമ്പർ മേടിച്ചിട്ട് അവൻ എന്നും വൈകുന്നേരം വിളിച്ച് തെറിയാ. അത് വേറെ കഥ. അതങ്ങനെ അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനെ ഒരു എന്തായാലും ഫസ്റ്റ് വരുമ്പോൾ അതൊരു ഇടി ഉറപ്പാണ്. ആ ഇടി മനസ്സിൽ കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ചാൽ മതി. ആ ഒരു ഇടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടി മാറും. അതിനൊക്കെ പേടിയായിരിക്കും. കാരണം ട്രാഫിക്കിൽ ഇടത്തോടെയും വലത്തോടെയും ബൈക്കുകാരും ഓട്ടോക്കാരും കാറും എല്ലാം വരുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് പേടിയായി പോകും. അപ്പം ഒരാഴ്ച ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ഒരു വണ്ടി ഇടി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ഓടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ തട്ടാതെ മുട്ടാതെ കയറ്റി കൊണ്ടുപോകാം. അതായത് ഡ്രൈവർമാരെ മുഖത്തേക്ക് നോക്കരുത്. നമുക്ക് ഇഷ്ടമുള്ളത് കുത്തിക്കിട്ടുള്ളൂ. പക്ഷെ ഇവന്മാർ അവിടെ നിന്ന് നല്ല അതും ഇതൊക്കെ പറയും. അതൊന്നും മൈൻഡ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ നോക്കി പേടിക്കും പോലെ ഇവിടെയുള്ള ആൾക്കാർ നോക്കി പേടിച്ചാൽ നല്ല 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 പൊത്ത് കിട്ടും. ഇവന്മാരെ മുഖത്ത് നോക്കാണ്ട് വണ്ടി ഓടിച്ചോണ്ട് പോവാ. കുത്തിക്കെട്ടിക്കൊണ്ട് എന്തോളം കടിച്ചോ. ഇവരെ ഡ്രൈവേഴ്സിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. ഡ്രൈവേഴ്സിന്റെ മുഖത്ത് ഇവിടുത്തെ കന്നഡക്കാർ മലയാളികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് ഒരു ചൊറിച്ചിലുണ്ട്. പാട്ടികള് നമ്മൾ തിരിച്ചും ചൊറിയാ. നമ്മൾ തിരിച്ചുള്ള കളം പിടിച്ചാൽ ചൊറിയാവുള്ളൂ. അല്ല ചൊറി കഴിഞ്ഞാൽ പണി കിട്ടുന്ന വാങ്ങിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവരും. അത്രേ ഉള്ളൂ. അപ്പം അത്രയൊക്കെയാണ് കേസ് ഇപ്പോഴത്തെ ഇന്നത്തെ. ഇത്രേ ഉള്ളൂ. കുറച്ച് നമുക്ക് ഇപ്പം വീക്കെൻഡ് ആണ്. നമുക്ക് കുറച്ച് പബ്ബിലെ കാര്യങ്ങളും കോറമംഗല പോയിട്ട് പബ്ബിൽ നിന്ന് കുറച്ച് ആൾക്കാരെ വീട്ടിൽ കൊണ്ട് നമ്മൾ നേരെ കോറമംഗലേക്കാണ് ഇനി ട്രിപ്പ് എടുക്കുന്നത്. അതാകുമ്പോൾ പബ്ബിന്ന് കുറച്ച് പബ്ബിലെ ആൾക്കാർ ഇത് കണ്ടോ, അറഞ്ചം പുറഞ്ഞ റിക്വസ്റ്റ് ഒന്നും കേൾക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കേസ്. ജാക്സന് ചറവറ റിക്വസ്റ്റ്. നമ്മളിപ്പോൾ പബ്ബിൽ പോയി കഴിഞ്ഞാൽ പബ്ബിൽ നിങ്ങൾക്ക് ചൊറ വല്ലതും കിട്ടിയിട്ടുണ്ടോ? കള്ളു കുടിച്ച ഇവിടെ വൈറ്റ് ഫീൽഡ് പബ്ബിലെ ആൾക്കാരൊക്കെ ചില്ലാണ് കേസ്. ചിലർ മാത്രം കയറി കഴിഞ്ഞാൽ വള്ളിക്കെട്ടായിരിക്കും. അത് വളരെ കുറവാണ്. 100-ൽ 1 ഉണ്ടാവുള്ളൂ. സാധാരണ ആൾക്കാർ കയറിയ ചില്ല. അവർക്ക് നമ്മളൊരു പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അങ്ങോട്ട് ഒരു നല്ല പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോകാം. അങ്ങനെ പ്രശ്നക്കാരൊന്നുമില്ല. അങ്ങനെ ആരും അങ്ങനെ അത്രയും എനിക്ക് ഇന്നവരെ അങ്ങനെ ബാഡ് ബിഹേവിയർ കിട്ടിയില്ല കേട്ടോ. ഇന്നവരെ പബ്ബിൽ നിന്ന് ആളെ കയറ്റിയിട്ട് എല്ലാവരും ഡീസൻ്റ് ആൾക്കാരാണ്. പിന്നെ നമ്മൾ കാണുമ്പോൾ ഇവരെന്തെങ്കിലും ആട് വേണമെങ്കിൽ നമ്മൾ അടുത്തോടെ അങ്ങ് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് റൈഡ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ നേരെ അപ്പുറത്ത് പോയിട്ട് റൈഡ് ക്യാൻസൽ നിർത്തൂല. നോക്കാണ്ട് അപ്പുറം റൈഡ് ക്യാൻസൽ ആക്കില്ല. അത് നമ്മൾ കിട്ടുന്ന മാത്രം. അല്ലെങ്കിൽ അവർ വണ്ടിയെ വാള് വെച്ച് നാറ്റിക്കും. വാള് വെക്കലും അല്ല, ഈ മണോ ചില്ലറ മണമാണോ ഈ മാട്ട സാധനം കടിച്ചിട്ട് മണോ. പബ്ബിന്റെ അകത്തിലെ സാധനത്തിന് ഭയങ്കര വിലയുണ്ട്. മാട്ട സാധനം മേടിച്ചടിക്കും. അതിൻ്റെ അകത്ത് മാട്ട സാധനം കിട്ടും. ആർക്കറിയാം ഇത് ഇവരെ പുറത്തു വല്ലതും കഴിച്ചിട്ട് കയറുന്നതാണോന്നും അറിയത്തില്ല.
അങ്ങനെ അത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇവർ നാടിപ്പോൾ ഇവരെ വർത്താനം ഇവരെ മോഹം കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അടുത്തോടെ പോയിട്ട് അപ്പുറം പോയിട്ട് റൈഡ് ക്യാൻസൽ ആക്കുക, അടുത്ത ട്രിപ്പ് എടുക്കുക പോവുക. അപ്പോൾ അത്രയ്ക്കായിരുന്നു ഇന്നത്തെ കഥ. ഇനിയിപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് എടുത്ത് നേരെ കോറമംഗലേക്ക് പിടിക്കട്ടെ. കോറമംഗലേക്ക് ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും ട്രിപ്പ് കിട്ടും. അപ്പോൾ പബ്ബിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിലെ പബ്ബും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് പോകട്ടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാനും ഞങ്ങൾ ട്രിപ്പ് എടുക്കട്ടെ. ജാക്സന്റെ വണ്ടിയാണ്, എൻ്റെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗസ്, നമ്മളൊരു ട്രിപ്പ് എടുത്തിട്ട് ഇവിടെ കോർമംഗല പബ്ബിൻ്റെ സ്ട്രീറ്റിൽ വന്നു കേട്ടോ. ഇതാട്ടോ ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് അടിപൊളി കിണ്ണങ്കാച്ചി പബ്ബാണ് കേട്ടോ, കിടിലം പബ്ബ്. ഇവിടെ ഫുള്ള് ഇപ്പോൾ സാറ്റർഡേ വീക്കെൻഡിൽ ഇതാവട്ടോ അവസ്ഥ. സംഭവം അത്യാവശ്യം നൈസ് മൂഡാണ്. ഫുള്ള് പാട്ടിൻ്റെ സൗണ്ട് ആയിരിക്കും എവിടെ നോക്കിയാലും. അതൊക്കെ തന്നെ കൊള്ളാം. ഇത് നല്ല അടിപൊളി ഒരു പബ്ബ്. എല്ലാവരും വൈബാക്കാൻ വേണ്ടി വന്നാണ്. ഗസ്റ്റ് വേറൊരു പബ്ബ്. ഇത് കിടിലം പബ്ബാണ് കേട്ടോ, സീൻ പബ്ബ്. സംഭവം കോർമംഗലയാണ്. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ അവസ്ഥ. ഏതോ DJ കാരനൊക്കെ വരുന്നുണ്ട്. അടുത്ത ദിവസം നമ്മൾ പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അകത്ത് പോകുന്നത്. പക്ഷെ നമ്മൾ കള്ളു കുടിക്കില്ല. പക്ഷേ അതിൻ്റെ അകത്ത് അടിപൊളി വൈബാണ്, കിണ്ണം പരിപാടിയാണ്. ഇടയ്ക്ക് മലയാളത്തിലുള്ള മല്ലൂമിനാറ്റി എന്നും പറഞ്ഞ് മലയാളികളുടെ മാത്രം പരിപാടി വരും. അത് അടിപൊളി സീൻ പരിപാടിയാണ്. അതിന് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഈ തിരക്ക് കണ്ടിട്ട് അകത്ത് വൈബ് പരിപാടിയാണെന്നും പറഞ്ഞ് കണ്ട ഹിന്ദിക്കാരൊക്കെ അതിൻ്റെ അകത്ത് വന്ന് വലിഞ്ഞു കയറും. എന്നിട്ട് ഇവർ ഹിന്ദിക്കാർ വന്നിട്ട് എന്താക്കും, ഈ പോലീസുകാരൻ, ഞാൻ ഫോണൊന്ന് താത്തി പിടിക്കട്ടെ, പോലീസുകാരൻ വരുന്നു, ഞാൻ വീഡിയോ എടുത്ത് വന്ന് കണ്ട അവൻ്റെ തന്തയ്ക്ക് വിളിക്കും. പോയി പോലീസ് പോയി. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം മലയാളികളുടെ പരിപാടിക്ക് ഹിന്ദിക്കാർ വരും ഗൈസ്. ഇത് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇത് ഫുള്ള് ഇവിടെ ക്യൂ നിൽക്കണം അകത്ത് കയറണമെങ്കിൽ. ഇതാണ് അവസ്ഥ. അയ്യോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് പുതിയ പബ്ബാണല്ലോ ഗൈസ്, പുതിയതായിട്ടൊരു പബ്ബ് വന്നിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അയ്യോ, ഫ്ലാഷ് ഓണം. ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ വീഡിയോ എടുക്കുമെന്ന്. എനിക്ക് ചീത്ത കിട്ടുമെന്തോ. ഓ ഗൈസ്, ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പബ്ബാണ് ഈ ഒരു ടിപ്സി ബുള്ളെന്നും പറഞ്ഞിട്ടുള്ളൊരു പബ്ബ്. ഈ ടിപ്സി ബുള്ള് സീനാ, ഇത് വിഷയമാണ്. ഇത് പക്ഷേങ്കിൽ കോർമംഗലയിലെ പബ്ബിനേക്കാളും അടിപൊളി HSRലൊക്കെ വലുതുണ്ട്. കോർമംഗലയാണ് പക്ഷേ മെയിനായിട്ട് എല്ലാവരും പബ്ബിൽ വരാൻ വേണ്ടിയിട്ട് വരുന്നത്. പക്ഷേങ്കിൽ വലിയ ബടാ പബ്ബുകളുള്ളത് നമ്മുടെ എവിടെയാണെന്നറിയോ, നമ്മുടെ സർജാപുര, അതേപോലെ HSR, അവിടെയൊക്കെ ബഡാ സാധനമുണ്ട്. ഇത് അത്യാവശ്യം ചെറിയ പബ്ബുകളാണ്. ഈ വീഡിയോ എടുത്തത് പോലീസിൻ്റെ എന്തൊക്കെ വിളിക്കുമോ എന്തോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും. എന്നാ തിരക്കാണ്. ഇതൊരു പബ്ബ്, ഇത് നൈസൊരു പബ്ബാണ് കേട്ടോ. ഇത് പബ്ബിൻ്റെ പേരെന്താ, ജിപ്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പബ്ബ്. കൊള്ളാം, നൈസ് ജിപ്സിയാണ് നൈസ് ഇത്. ഇനി അടുത്തത് ഇത് വേറൊരു പബ്ബാണ് കേട്ടോ. ഇവിടെ ഫുള്ള് പബ്ബിൻ്റെ കളി. ഈ കിണ്ണം പബ്ബ് അമ്പടാ, എന്നാ തിരക്കാ. വീക്കെൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും പബ്ബിൽ വരാൻ വേണ്ടിയിട്ട് അടിച്ചുകൂടെ. മച്ചാൻ മാറ്, ഒരു ഹോൺ അടിക്കാം. ഇവന്മാർ എവിടെ നോക്കി നടക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ പിന്നെ വീഡിയോ എടുത്ത് പോകുന്നതുകൊണ്ട് നമുക്കും മിണ്ടാനുള്ള വോയിസ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഇതടുത്ത ബഡാ ഒരു പബ്ബുണ്ട്, ഇത് ബഡാ പബ്ബാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരി എന്നാൽ ഗൈസ്, ഞാൻ അടുത്ത ട്രിപ്പ് എടുക്കട്ടെ. ഇനി ഇവിടെ കിടന്ന് വീഡിയോ എടുത്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇനി ഇച്ചിരിയും കൂടെ അങ്ങോട്ടും ഈ പോലീസുകാരൻ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വിടും കേട്ടോ. ഇപ്പോൾ സമയം എത്ര ഗൈസ്, എന്താവണോ ഭാഗത്തെ അടിച്ചു പോയാ. അതെ ഗൈസ്, സമയം ഏകദേശം 2 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്താണെങ്കിലും ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്കും വിടുവാണ്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ അവസ്ഥയെന്ന് പറയുമ്പോൾ. നമ്മൾ അത്യാവശ്യം കുറച്ച് ഓടി. രാവിലെ നമ്മൾ ഓടിയിട്ട് വന്നിട്ട് കിടന്നു, എന്നിട്ട് നമ്മൾ വൈകുന്നേരം പിന്നെ കുറേ ഓടി. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ അവസ്ഥയും കാര്യങ്ങളും. പിന്നെ നമ്മളിപ്പോൾ നേരിടുന്ന മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ പഴയത് അടിച്ചു പോയതാണ്. അത് അടിച്ചു പോയിട്ട് പുതിയ ചാനൽ എനിക്ക് തുടങ്ങണമെന്നുണ്ട്. പക്ഷേങ്കിൽ യൂട്യൂബിൽ നിന്ന് അവർ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതുവരെ ആ കേസ് ക്ലോസ് ആയിട്ടില്ല. അതിനെ പറ്റി അവർ ഇനിയും പറ്റത്തില്ലെന്ന്, ആ ചാനൽ ഇനി എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് പുതിയ ചാനൽ തുടങ്ങാമായിരുന്നു. അവർ പറയാത്ത സ്ഥിതിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അഥവാ മറ്റേത് തിരിച്ചു കിട്ടുന്ന പോസിബിലിറ്റി പിന്നെ ഇല്ലാതാവും. അത് തിരിച്ചു കിട്ടുമോ എന്തോ, ഒരു 50-50 ചാൻസ്. എൻ്റെ ഉണ്ടായിരുന്ന ഹോപ്പ് നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അത് പോയതിൻ്റേതായിട്ടുള്ള ചെറിയ വിഷമം കാര്യങ്ങളും നമുക്ക് സ്വാഭാവികമായിട്ടും ചെറിയ മാനസിക ഇത് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ, അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് എന്താണെങ്കിലും അപ്പം അങ്ങനെയൊക്കെയാണ് ഗേസ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിൽ പോവാ, കിടക്കുക, ഉറങ്ങുക. നാളെ രാവിലെ നമുക്കൊരു 10 മണിക്ക് ഇറങ്ങും. 10 മണി തൊട്ടൊരു 12 മണി വരെ, 10 മണി അല്ലെങ്കിൽ 9 മണി, 9 മണി തൊട്ടൊരു 11 മണി വരെ ഓടും. എന്നിട്ട് വണ്ടി സൈഡാക്കുമല്ല, വണ്ടി വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും. എന്നിട്ട് വൈകുന്നേരം നമ്മളൊരു
3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഇറങ്ങും. അങ്ങനെ കേട്ടോ നമ്മുടെ പരിപാടി ഇപ്പോഴത്തെ. അപ്പം പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെന്താണെങ്കിലും അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്. അപ്പം അത്രയൊക്കെയായിരുന്നു. ഓക്കെ, ബൈ.